ഗുഡ് ഈവനിങ് സ്റ്റുഡൻസ്. നമ്മൾ അത്യാവശ്യം വേണ്ട കുറച്ച് ലീഗൽ മാക്സിംസ് എന്താണെന്ന് നോക്കുകയാണ്. ലീഗൽ മാക്സിംസ് എന്ന് പറയുന്നത് ലോയുടെ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾസ് ആണ്. അതായത് കോമൺ ലോയുടെ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾസ് ആണ് ലീഗൽ മാക്സിംസ് എന്ന് പറയുന്നത്. എന്തൊക്കെയാണെന്ന് നോക്കാം. എല്ലാത്തിലെയും അത്യാവശ്യം കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു പോകുന്നു. ആക്ടിയോ പേഴ്സണലൈസ് മോറിറ്റർ കം പേഴ്സോണ. ആക്ടിയോ പേഴ്സണലൈസ് മോറിറ്റർ കം പേഴ്സോണ മീൻസ് പേഴ്സണൽ കോസ് ഓഫ് ആക്ഷൻസ് ഡൈ വിത്ത് ദ പേഴ്സൺ. അതായത് ഈ മാക്സിം ഇന്ത്യയിൽ ആപ്ലിക്കബിൾ ആയിട്ടല്ല. അതായത് പേഴ്സണൽ കോസ് ഓഫ് ആക്ഷൻ, അതായത് ഒരാളുടെ വ്യക്തിപരമായ കാര്യങ്ങൾ അല്ലെങ്കിൽ വ്യക്തിപരമായ കേസുകൾ അയാൾ മരിക്കുന്നതിനോടൊപ്പം ഇല്ലാതാവുന്നു. ടോട്ടലാണ് ഇത് ബന്ധപ്പെട്ടിരിക്കുന്നത്. അതായത് ഞാനൊരു ഡാമേജ് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഡാമേജിൻ്റെ കോമ്പൻസേഷനോ മറ്റു കാര്യങ്ങളോ ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയം അല്ലെങ്കിൽ കേസ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ മരിച്ചു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് അവിടെ നിലനിൽക്കത്തില്ല. അത് എന്ന് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പേഴ്സണൽ കോസ് ഓഫ് ആക്ഷൻ ഡൈസ് വിത്ത് ദ പേഴ്സൺ, അയാളോടൊപ്പം തന്നെ അതില്ലാതാവുന്നു. അടുത്ത് നമുക്കറിയാവുന്ന മാക്സിംസ് തന്നെയാണ്. ആക്ടേഴ്സ് നോൺ ഫാസിറ്റ് റിയ നിസി മീൻസ് ട്രിയ. ഒരു ആക്ഷൻ ഡസ് നോട്ട് എമൗണ്ട് ടു ക്രൈം അൺലെസ് ഡൺ വിത്ത് എ ഗിൽട്ടി ഇൻറ്റൻഷൻ. അതായത് ഒരു ഗിൽട്ടി ഇൻറ്റൻഷനോടുകൂടി ചെയ്ത കുറ്റങ്ങളെ മാത്രമേ നമ്മൾ ക്രൈം എന്ന് പറയുള്ളൂ. ഒരു ഗിൽട്ടി ഇൻറ്റൻഷനോടുകൂടി ഒരു കുറ്റം ചെയ്തതെങ്കിൽ അതിനെ നമ്മൾ ക്രൈം എന്ന് പറയില്ല. അടുത്തത് ഓഡി ആൾട്രം പാട്രം. ഓഡി ആൾട്രം പാട്രം എന്ന് പറഞ്ഞാൽ എവിഡൻസിലാണിത്. ഹിയർ ദ അതർ സൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജുഡീഷ്യലായിട്ടുള്ള ഒരു മാക്സിമാണ്. അതായത് നമ്മളൊരു കോടതിയിൽ ഒരു ജഡ്ജി ഒരു ഓർഡർ പാസ്സാക്കുന്നതിന് മുമ്പ് മറ്റേ പാർട്ടിയെ നിർബന്ധമായും കേട്ടിരിക്കണം. അല്ലാതെ ഒരാളെ മാത്രം കേട്ടിട്ട് ഒരു ഓർഡർ കൊടുക്കാൻ പാടില്ല. നിർബന്ധമായിട്ട് മറ്റ് പാർട്ടിയെ കൂടെ കേട്ടിരിക്കണം. അതായത് രണ്ട് സൈഡിൻ്റെയും കാര്യങ്ങൾ കേൾക്കുവാനുള്ള ബാധ്യത ആർക്കുണ്ട്? ജഡ്ജിക്കുണ്ട് അല്ലെങ്കിൽ കോടതിക്കുണ്ട്. ഇത് എവിഡൻസുമായിട്ട് ബന്ധപ്പെട്ട മാക്സിമാണ്. അടുത്തത് നെമോ ഡെബിറ്റ് എസി ജുഡിസ് ഇൻ പ്രൊപ്പോറിയ കോസ. അതായത് നെമോ ഡെബിറ്റ് എസി ജുഡിസ് ഇൻ പ്രൊപ്പോറിയ കോസ. നോ ഓൺ ക്യാൻ ബി എ ജഡ്ജ് ഇൻ ഹിസ് ഓൺ കേസ്. അതായത് ഒരാൾ തന്നെ അയാളുടെ കേസിൽ ജഡ്ജ് ആവാൻ പാടില്ല. ഞാൻ ഒരു പ്രവൃത്തി ചെയ്തിട്ട് ഞാൻ തന്നെ അതിനകത്ത് എങ്ങനെ ജഡ്ജ് ചെയ്യാൻ പാടില്ല. അടുത്തത് ഡെമിനിസ് നോൺ ക്യൂററ്റ് ലെസ്. Law does not concern with offense of a trivial character or trifles. അതായത് നിയമം ഒരിക്കലും ചെറിയ കാര്യങ്ങളിൽ അല്ലെങ്കിൽ ചെറിയ ഒഫൻസുകളിൽ കാര്യമായിട്ട് എടുക്കത്തില്ല. ഞാൻ നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, പിച്ചി എന്തും മാന്തി എന്നും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നിയമത്തിന് സമയമില്ല എടുക്കാൻ. അടുത്തത് എക്സ് നൂഡോ പാക്റ്റോ നോൺ ഓറിറ്ററോ ആക്റ്റോ. എക്സ് nudo pacto non oritoro acto means no action arises from of a nude agreement. അതായത് ഇത് കോൺട്രാക്റ്റിൽ വരുന്ന മാക്സിമാണ്. അതായത് നമ്മളെ കോൺട്രാക്റ്റ് ആക്ടിലെ സെക്ഷൻ 25 ജനറൽ റൂളിൽ പറയുന്നുണ്ട്, കോൺട്രാക്റ്റ് വിത്തൗട്ട് കൺസിഡറേഷൻ ഈസ് ഓയിസ്ഡ്. അതായത് ഓയിഡ്, കൺസിഡറേഷൻ ഇല്ലാതെ ഒരു കോൺട്രാക്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ഓയിഡാണ്. അത് തന്നെയാണ് ഈ മാക്സിം പറയുന്നത്. നോ ആക്ഷൻ അറൈസ് ഫ്രം ആൻ എഗ്രിമെൻറ്റ് വിത്തൗട്ട് കൺസിഡറേഷൻ. ഒരു പ്രവൃത്തിയും ഒരു എഗ്രിമെൻറ്റും കൺസിഡറേഷൻ ഇല്ലാതെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് എഗ്രിമെൻ്റ് അല്ല. എക്സ് നൂഡോ പാക്റ്റോ നോൺ ഓറിറ്ററോ ആക്റ്റോ. അടുത്ത് നോക്കൂ. False in uno, falsus in omnibus. Falsus in uno, falsus in omnibus എന്ന് വെച്ച് കഴിഞ്ഞാൽ false in one particular is false in general. അതായത് നമ്മൾ എവിഡൻസ് ഒക്കെ എടുക്കുന്നതിന് ആ വിറ്റ്നസ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള രേഖത്ത് പഠിച്ചതാണ്. അതായത് നമ്മൾ കോടതി വിചാരിക്കുന്ന ആദ്യമേ മൊഴി തരാൻ വരുന്ന ആൾ ഒരു കാര്യം ഫോൾസ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അയാൾ പറയുന്നത് എല്ലാം ഫോൾസ് ആണെന്ന് കോടതി ചിലപ്പോൾ അസ്യൂം ചെയ്യും. അതായത് പർട്ടിക്കുലറായിട്ട് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ജനറലി അത് പർട്ടിക്കുലറി ഒരു ഫോൾസ് പറഞ്ഞു കഴിഞ്ഞാൽ ജനറലി അത് എല്ലാം ഫോൾസ് ആണെന്ന് വിചാരിക്കും. ഇൻ വൺ തിങ് ഈസ് ഫോൾസ് ഇൻ എവറിത്തിങ്. ഒരു കാര്യം തെറ്റായിട്ട് പറഞ്ഞാൽ എല്ലാം ഫോൾസ് ആണെന്ന് പറയും. അടുത്ത് നോക്കൂ. ഫിയറ്റ് ജസ്റ്റിസ് റൂവട്ട് കൺസോർമ. ഇതിനകത്ത് എഴുതിയതിലൊരു മിസ്റ്റേക്ക് ഉണ്ടെന്ന് തോന്നുന്നു, നോക്കട്ടെ. എക്സ് നൂഡോ പാക്റ്റോ കഴിഞ്ഞു. ഫിയറ്റ് ജസ്റ്റിസ് റൂററ്റ് കൊളോം എന്നാണ്. ശരിയാണ്, സ്പെല്ലിംഗ് കറക്റ്റാണ്. സ്പെല്ലിങ്ങിന് COELUM ആണ് കേട്ടോ. COELUM ആണ്.
ഇതിൻ്റെ അർത്ഥം ജസ്റ്റിസ് ഷാൽ ബി ഡൺ ഈവൻ ഇഫ് ദ ഹെവൻസ് ഫോൾ ഡൗൺ. കേട്ടിട്ടുണ്ടല്ലോ, ആകാശം ഇടിഞ്ഞു വീണാലും നീതി നടപ്പിലാക്കുക തന്നെ ചെയ്യും. ഇവിടെ ഹെവൻ എന്ന് ഉദ്ദേശിക്കുന്നത് സ്വർഗം തന്നെയാണ്. പക്ഷെ നമ്മൾ പറഞ്ഞു വരുമ്പോഴത്തേക്ക് ജസ്റ്റിസ് ഷാൽ ബി ഡൺ ഈവൻ ഇഫ് ദ ഹെവൻ ഫോൾ ഡൗൺ, അതായത് ആകാശം ഇടിഞ്ഞു വീണാലും നീതി നടപ്പിലാക്കുക തന്നെ ചെയ്യും. അടുത്ത് നോക്കൂ, ജനറാലിയ സ്പെഷ്യലബസ് നോൺ ഡെറോഗറ്റ്. ജനറാലിയ സ്പെഷ്യലബസ് നോൺ ഡെറോഗറ്റ്. ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് സ്റ്റാറ്റ്യൂട്ട്സ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് നിയമത്തിൽ. അതായത് നമ്മളെ ഓരോ സ്റ്റാറ്റ്യൂട്ടിനെ ഇൻ്റർപ്രിറ്റ് ചെയ്യും, നിയമത്തെ ഇൻ്റർപ്രിറ്റ് ചെയ്ത് എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് എഴുതേണ്ടത്. അതായത് ജനറൽ തിങ്സ് ഡു നോട്ട് ഡിറോഗേറ്റ് ഫ്രം സ്പെഷ്യൽ തിങ്സ്. അതായത് ജനറലായിട്ട് ഈ നിയമപ്രകാരം പറയുന്നത് ജനറലായിട്ടുള്ളൊരു കാര്യം പറയുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ അതിനുശേഷമുള്ള സ്പെഷ്യലായിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ഒരിക്കലും ജനറലായിട്ടുള്ള കാര്യങ്ങൾ ഒമിറ്റ് ചെയ്യാൻ പാടില്ല. അതായത് അതെന്ന് പറയുന്നത് ജനറലായിട്ടുള്ളൊരു കാര്യം പറയുകയാണ്. അപ്പം ജനറലായിട്ടുള്ള കാര്യം പറയുന്നതിനോടൊപ്പം തന്നെ സ്പെഷ്യലായിട്ടുള്ളൊരു കാര്യം കൂടെ പറയും. അപ്പം ജനറലായിട്ടുള്ള കാര്യം മാറ്റിയിട്ട് സ്പെഷ്യലായിട്ടുള്ള കാര്യം പറയാൻ പാടില്ല. അതുപോലെ തന്നെ ഇഗ്നോറൻ്റ് ജൂറിസ നോൺ എക്സ്ക്യൂസ്ഡ്. അതായത് ഇഗ്നോറൻസ് ഓഫ് ലോ ഡസ് നോട്ട് എക്സ്ക്യൂസ്. അത് അറിഞ്ഞുകൂടാ, ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാക്സിമാണ്. ഇഗ്നോറൻഷ്യ ജൂറിസ് നോൺ എക്സ്ക്യൂസറ്റ്. അതായത് ഈ അറിഞ്ഞൂടാ എന്ന് പറയുന്നത് നിയമത്തിൻ്റെ മുമ്പിൽ ഒരു എക്സ്ക്യൂസ് അല്ല. എനിക്ക് ആ നിയമം അറിഞ്ഞൂടാ എന്ന് പറയുന്നത് നിയമത്തിൻ്റെ മുമ്പിൽ എന്തല്ല, ഒരു എക്സ്ക്യൂസ് അല്ല. അത് അറിഞ്ഞൂടാ എന്ന് പറയുന്നത് ഒരു എക്സ്ക്യൂസ് അല്ല. അടുത്ത് നോക്കൂ, ലെക്സ് ഇൻജസ്റ്റിയ നോൺ എസ് ലെക്സ്. ലെസ് ഇൻജസ്റ്റിയ നോൺ എസ് ലെസ്. അതായത് അൺജസ്റ്റ് ലോസ് ആർ നോട്ട് ലോസ്. അതായത് അൺജസ്റ്റ് ആയിട്ട് വരുന്നത്, അനീതിയായിട്ട് വരുന്ന നിയമങ്ങൾ ഒരിക്കലും എന്തല്ല, നിയമമല്ല. അൺജസ്റ്റ് ആയിട്ട് വരുന്ന നിയമങ്ങൾ ഒരിക്കലും നിയമങ്ങൾ അല്ല. അടുത്തത് നെമോഡറ്റ് കോഡോ നോൺ ഹാബിറ്ററ്റ്. നെമോഡറ്റ് കൂഡോ നോൺ ഹാബിറ്ററ്റ് മീൻസ് നോ വൺ ക്യാൻ കൺവേ എ ബെറ്റർ ടൈറ്റിൽ ദാൻ വാട്ട് ഹീ ഹിംസെൽഫ്. അതായത് ആരും എന്ത് ചെയ്യരുത്, എനിക്ക് അവകാശപ്പെടാത്ത ഒരു ടൈറ്റിൽ ഞാൻ കയ്യിൽ വെക്കരുത്. വസ്തു തീപ്പിയുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് ഞാനല്ല ആ വസ്തുവിൻ്റെ ഉടമസ്ഥൻ, പക്ഷേ ഞാൻ ആ വസ്തുവിൻ്റെ ഉടമസ്ഥനാണുള്ള ടൈറ്റിൽ കൈവയ്ക്കാൻ പാടില്ല. എനിക്ക് അവകാശപ്പെട്ട ടൈറ്റിലല്ല. അത് സെക്ഷൻ 27 സെയിൽ ഓഫ് ഗുഡ്സ് ആക്ടിൽ പറയുന്നുണ്ട്. എനിക്ക് ആവശ്യപ്പെട്ട സാധനം മാത്രമേ ഞാൻ വിൽക്കുള്ളൂ. ഇത് ഭാഗമായിട്ട് പഠിക്കുന്നതാണ്. അതായത് ഈ സെക്ഷൻ 27 വേറൊരു മൈനർ ആക്റ്റാണ്. സെക്ഷൻ 27 സെയിൽ ഓഫ് ഗുഡ്സ് ആക്ടിലാണ് എന്ത് പറയുന്നത്, ഈ നിയമത്തെക്കുറിച്ച് പറയുന്നത്. ഇനി അടുത്തത് നോ വൺ ഷാൽ ബി വിക്സ്ഡ് ടോയ്സ് ഓർ ദ സെയിം കോസ്. അതായത് നമ്മൾ എന്താ പറയുന്നത്, വായിച്ചില്ല. നെമോ ഡെബിറ്റ് ബിയ വിസാരി പ്രോ യൂന എറ്റ് ഇതം കോസ. നെമോ ഡെബിറ്റ് ബയ വിസാരി പ്രോ യൂനം ഇതം കോസ മീൻസ് നോ വൺ. നിങ്ങൾ ഈ ലാറ്റിൻ വേർഡൊന്നും അതുപോലെ കാണാതെ പഠിക്കണമെന്നില്ല, എന്താണെന്ന് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. നോ വൺ ഷാൽ ബി വിക്സ്ഡ് ടോയ്സ് ഫോർ ദ സെയിം കോസ്. അതായത് ഒരിക്കലും ഒരാളെ ഒരേ കുറ്റത്തിനെ 2 പ്രാവശ്യം ശിക്ഷിക്കാൻ പാടില്ല. ഒരേ കാരണത്തിനെ 2 പ്രാവശ്യം ശിക്ഷിക്കാൻ പാടില്ല. ഇത് നമ്മൾ ആർട്ടിക്കിൾ 22 കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയിൽ 22 പറയുന്നുണ്ട്. നോ person shall be prosecuted and punished for the same offense more than once. അത് ഒരു കുറ്റത്തിന് തന്നെ ഒന്നിലധികം പ്രാവശ്യം ശിക്ഷിക്കാൻ പാടില്ല. ഒരു പ്രാവശ്യം മർഡറിന് ശിക്ഷിച്ചാൽ അത് കഴിയുമ്പോൾ പിന്നെയും ആ മർഡറിന് പിന്നെയും ശിക്ഷിക്കാൻ പാടില്ല. ഡബിൾ ജിയോപാഡി എന്ന് പറയുന്നത് ഒരു ഫണ്ടമെൻ്റൽ റൈറ്റ് ഓഫ് അക്യൂസ്ഡ് പേഴ്സൺ. അക്യൂസ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആണ് ഡബിൾ ജിയോപാഡി. അതായത് ഒന്നിൽ കൂടുതൽ പ്രാവശ്യം ഒരേ കുറ്റത്തിന് ശിക്ഷിക്കാൻ പാടില്ല. അതാണ് അടുത്തത്. ഇത് തന്നെ സെക്ഷൻ 300 CRPCയിൽ സെയിം പ്രിൻസിപ്പിൾ പറയുന്നുണ്ട്. അതുപോലെ സെക്ഷൻ 11 CPCയിൽ റെസ് ജുഡിക്കേറ്റ് പറയുന്നുണ്ട്. അതായത് ഒരേ സെയിം സബ്ജക്റ്റ് മാറ്ററിൽ ഒരേ സമയത്ത് 2 ഡിസ്കഷനോ അല്ലെങ്കിൽ 2 നടപടികളോ പാടില്ല സെയിം സബ്ജക്റ്റ് മാറ്ററിൽ. അടുത്തത് 14 ക്വിറ്റ് ഫാസിറ്റ് പെർ ഏലിയം ഫാസിറ്റ് പെർ സേ. ക്വിറ്റ് ഫാസിറ്റ് പെർ ഏലിയം ഫാസിറ്റ് പെർ സേ. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹീ ഹൂ ഡസ് ആൻ ആക്ട് ത്രൂ ആൻ അതർ ഡസ് ഇറ്റ് ഹിംസെൽഫ്. ഇത് ടോർട്ടുമായിട്ട് ബന്ധപ്പെട്ടുള്ളത്. അതായത് നമ്മൾ
വിക്കാരിയസ് ലൈബിലിറ്റിയൊക്കെ നമ്മൾ പറഞ്ഞല്ലോ, അതുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഹീ ഹൂ ഡസ് ആൻ ആക്ട് ത്രോ ഓൺ അതർ ഡസ് ഹിറ്റ് ഹിംസെൽഫ്. അയാൾ ചെയ്യേണ്ട പ്രവൃത്തി വേറൊരാളെ കൊണ്ട് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ ആ പ്രവൃത്തി അയാൾ ചെയ്തതായിട്ട് കണക്കാക്കും. ഞാൻ ചെയ്യേണ്ട ഒരു പ്രവൃത്തി ഞാൻ ഒരാളെ കൂലിക്ക് കൊണ്ട് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ ആ പ്രവൃത്തി ഞാൻ ചെയ്തതായിട്ട് കണക്കാക്കും. റെസ്പോണ്ടൻ്റ് സുപ്പീരിയർ, അതായത് ആരാണോ പ്രവൃത്തി ഏൽപ്പിക്കുന്നത് അയാളാണ് സുപ്പീരിയർ അല്ലെങ്കിൽ അയാൾ. മീൻസ് ഓൺ ഹു ഹാസ് ഡൺ ആൻ ആക്ട്, ഒരാളൊരു പ്രവൃത്തി ചെയ്യുമ്പോൾ ത്രൂ അനദർ വിൽ ബി ഡീംഡ് ടു ഹാവ് ഡൺ ഹിംസെൽഫ്. അതായത് നമ്മളൊരു പ്രവൃത്തി ചെയ്യാൻ വേണ്ടി ഒരാളെ എന്ത് ചെയ്യുമ്പോൾ, വിനിയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരാളെ നമ്മൾ അതിനെ നിയമിക്കുമ്പോൾ ആ പ്രവൃത്തി നമ്മൾ ചെയ്തതായിട്ട് ഇൻ ബിഹാഫ് ഓഫ് ആയിട്ട് കണക്കാക്കപ്പെടുന്നു. അടുത്തത് റെസ് ഇപ്സ ലിക്വിറ്റർ, ദ തിങ് സ്പീക്സ് ഫോർ ഹിംസെൽഫ്. അതായത് സാധനങ്ങൾ അത് തന്നെ സംസാരിക്കും. അതായത് നമ്മൾ എവിഡൻസിലും കണ്ടിട്ടുണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് ആ കാര്യങ്ങൾ അതായത് നമ്മൾ തന്നെ സംസാരിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനൊരു കേസിൻ്റെ പ്ലെയിൻറ്റിഫ് ആണെങ്കിൽ, വാദിയാണെങ്കിൽ, ഞാനാണ് എന്ത് ചെയ്യേണ്ടത്, എനിക്കുണ്ടായ പ്രശ്നത്തെക്കുറിച്ച് പറയേണ്ടത്. തിങ്സ് സ്പീക്ക് ഇൻ ഇറ്റ് സെൽഫ്. അതാണ്, ഞാനാണ് എൻ്റെ കാര്യങ്ങൾ തെളിയിക്കേണ്ടത്. ബർഡൻ ഓഫ് പ്രൂഫിനകത്തൊക്കെ വരുന്നൊരു സംഭവമാണിത്. അടുത്തത് 16 ഓളൻറ്റിനോ നോൺ ഫിറ്റ് ഇഞ്ചൂറിയ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് ഡാമേജ് സഫേർഡ് ബൈ കൺസെൻറ്റ് ഈസ് നോട്ട് കോസ് ഓഫ് ആക്ഷൻ. ടോർട്ടി പറഞ്ഞത്, അതായത് ഒരാൾക്കൊരു ഡാമേജ് സംഭവിക്കുന്നത് അയാളുടെ അറിവോടുകൂടിയുള്ള പ്രവൃത്തിയിലാണ് എങ്കിൽ അതിനെന്ത് ചെയ്യത്തില്ല, അതിന് നിയമപരമായിട്ട് ഒരു പരിരക്ഷയും കിട്ടത്തില്ല. ഈ പ്രവൃത്തി ഞാൻ ചെയ്താൽ എനിക്ക് ഇന്ന ഡാമേജ് ഉണ്ടാകുമെന്ന് എനിക്കറിയാം, എങ്കിലും ഞാൻ എന്ത് ചെയ്യുന്നു, ഈ പ്രവൃത്തി ചെയ്യുന്നു. അപ്പോൾ എനിക്ക് ഡാമേജ് ഉണ്ടായാൽ നിയമം അതിനെ ഒരു ഇതും തരികയില്ല. അടുത്തത് 17 യുബിജസ് ഇബി റെമഡിയം. റെമഡിയം എന്നാൽ വേർ ദർ ഈസ് എ റൈറ്റ് ദർ ഈസ് എ റെമഡി. എവിടെയാണ് ഒരു അവകാശം നമുക്കുള്ളത് അവിടെ നമുക്കൊരു പരിഹാരം കിട്ടും. എവിടെയാണ് നമുക്ക് അവകാശമുള്ളത് അതിനോടൊപ്പം തന്നെ നമുക്ക് അതിൻ്റെ പരിഹാരവും കിട്ടും. ഉദാഹരണത്തിന് നോക്കൂ, ഇഫ് എ റൈറ്റ് റിക്കഗ്നൈസ്ഡ് ബൈ ലോ, നിയമത്തിൽ നമുക്കൊരു അവകാശം പറഞ്ഞിട്ടുണ്ട്. ദ പേഴ്സൺ ഹൂസ് റൈറ്റ് ഈസ് വയലേറ്റഡ് ബൈ അനദർ ഷുഡ് ബി ഗിവൺ എ റെമഡി. ഒരു വ്യക്തി മറ്റൊരാളുടെ അവകാശം ഹനിക്കുമ്പോൾ നമുക്ക് ആ ഹനിച്ച അവകാശത്തിന് പകരം നമുക്കതിന് റെമഡി, പരിഹാരം കിട്ടാൻ സാധ്യതയുണ്ട്. എവിടെയാണോ വേർ ദർ ഈസ് എ റൈറ്റ്, എവിടെയാണോ നമുക്ക് അവകാശം കിട്ടുന്നത് അവിടെ നമുക്കൊരു റെമഡി നമുക്ക് കിട്ടും. അതായത് നമ്മൾ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് പറഞ്ഞിട്ടില്ലേ, അവിടെ നമുക്കൊരു അവകാശമുണ്ട്. അപ്പം നമ്മൾ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് വയലേഷൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കോടതിയിൽ പോകുന്നത് നമുക്കൊരു റൈറ്റ് ഉള്ളത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഒരു റെമഡി ഉള്ളത് കൊണ്ടാണ്. ഇതോടുകൂടി ഈ ഭാഗം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലീഗൽ മാക്സിംസ് കഴിഞ്ഞു. താങ്ക് യു.